നമസ്കാരം. ഇന്ന് പാലക്കാട് ജില്ലയിലെ CPMന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പാലക്കാടിന്റെ മുൻ ജനപ്രതിനിധിയും വടകരയുടെ ഇപ്പോഴത്തെ MP-യുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിലിനെതിരെ വളരെ നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഷാഫി പറമ്പിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനനായകനായി മാറി. പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. 2011-ലും 2016-ലും 2021-ലും എല്ലാ പ്രതികൂലമായ കാലാവസ്ഥകളെയും അവഗണിച്ചുകൊണ്ട് ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കി പാലക്കാട്ട് ജനപ്രതിനിധിയായി മാറുകയും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം അദ്ദേഹത്തെ വടകരയിലേക്ക് നിയോഗിക്കുകയും വടകര പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ 1,14,000-ത്തിലധികം വോട്ടുകളുടെ മികച്ച ഭൂരിപക്ഷത്തിൽ KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ട് പാർലമെന്റിലേക്ക് പോവുകയും ചെയ്തു. CPMന്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒന്ന് എന്ന് അവർ അവകാശപ്പെടുന്ന ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകളുടെ ബലത്തിൽ മത്സരിക്കാനിറങ്ങിയ KK ശൈലജ ടീച്ചറെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ടാണ് ശൈലജ ടീച്ചറെ തോൽപ്പിച്ചുകൊണ്ട് പാർലമെന്റിലേക്ക് ഷാഫി പറമ്പിൽ വിജയിച്ചത്. അത്തരത്തിലുള്ള ഒരു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധിയെ വളരെ നിന്ദ്യമായ രീതിയിലാണ് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആക്രമിക്കുന്നത്. അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ, അതായത് സൗന്ദര്യമുള്ള ഏത് സ്ത്രീകളെ പരിചയപ്പെട്ടാലും ഉടനെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കും. ഷാഫി പറമ്പിൽ സ്ത്രീകളെ ബാംഗ്ലൂരിലേക്ക് ക്ഷണിക്കുമെന്നാണ് സുരേഷ് ബാബുവിന്റെ വാക്കുകൾ. അങ്ങനെയാണെങ്കിൽ 2011 മുതൽ ജനപ്രതിനിധിയായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ ഈ പറയപ്പെടുന്ന 15 വർഷക്കാലത്തിനിടയിൽ അല്ലെങ്കിൽ 16 വർഷക്കാലത്തിനിടയിൽ ഏതൊക്കെ സ്ത്രീകളെയാണ് അത്തരത്തിൽ ബാംഗ്ലൂരിലേക്ക് ക്ഷണിച്ചത് എന്നുള്ളത് ഒരാളെയെങ്കിലും പൊതുസമൂഹത്തിന് മുന്നിൽ ചൂണ്ടിക്കാണിക്കുവാൻ സുരേഷ് ബാബു തയ്യാറാകണം. നാണവും മാനവുമില്ലാത്ത ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായിട്ടും LDF ഗവൺമെന്റിനെതിരായിട്ട് മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള നാറ്റ കേസുകളും നാറിയ വർത്തമാനങ്ങളും പറയുന്ന രീതി CPMന്റെ നേതാക്കന്മാർ അവസാനിപ്പിക്കണം. എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയ ഒരു കാര്യം, സുരേഷ് ബാബു എന്ന് പറയുന്ന CPMന്റെ ജില്ലാ സെക്രട്ടറി ഇത്രയും നിന്ദ്യവും നികൃഷ്ടവുമായിട്ടുള്ള ഒരു ആരോപണം ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചപ്പോഴും അതിന് മറുപടി കൊടുത്തപ്പോൾ ഷാഫി പറമ്പിൽ പുലർത്തിയിട്ടുള്ള മാന്യതയും സംസ്കാരവും, അതായത് 10 വർഷക്കാലം അധികാരത്തിലിരുന്ന ഒരു മുന്നണി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റോ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിലെ നേട്ടങ്ങൾ, 10 വർഷക്കാലം അധികാരത്തിലിരുന്ന LDF മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ വികസന നേട്ടങ്ങളായിട്ട് അവകാശപ്പെടുന്നത്. 2016-ൽ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സരിതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. സരിതയുടെ നാറ്റക്കേസുകളല്ലാതെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ യാതൊരു തരത്തിലുമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ കഴിയാതിരുന്ന CPM ആദ്യത്തെ 4 വർഷക്കാലവും യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയുടെ ജനപിന്തുണയിൽ യാതൊരു തരത്തിലും നടത്തിയ സമരങ്ങളെല്ലാം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ പോയി നാറിയ സമരങ്ങൾ നടത്തി പരാജയപ്പെട്ട ഇടതുപക്ഷം അവസാനം സരിതയെ ഇറക്കിക്കൊണ്ടാണ് ആ ഉമ്മൻചാണ്ടിയുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുവാനും ആ മനുഷ്യനെ ക്രൂരമായി വേട്ടയാടുവാനുമാണ് ശ്രമിച്ചത്. ഇന്ന് 2021-ൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോഴും ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങളും കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ അന്ന് ഒരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അന്ന് പ്രതിപക്ഷത്തിന് ശക്തമായ സമരങ്ങൾ നടത്തുന്നതിനുള്ള പ്രതികൂലമായ കാലാവസ്ഥയും മറ്റും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 99 സീറ്റുകളുമായിട്ടാണ് പിണറായി 2 രണ്ടാം ഗവൺമെന്റ് അധികാരത്തിൽ വന്നതെങ്കിലും നിരവധിയായിട്ടുള്ള മണ്ഡലങ്ങളിൽ UDF പരാജയപ്പെട്ടത് വളരെ നേരിയ മാർജിനിലാണ്. എത്രയോ മണ്ഡലങ്ങൾ നമുക്ക് എണ്ണി പറയാവുന്ന, ഇന്ന് CPMന്റെ MLA-മാരിൽ പല ആളുകളും ഏതാണ്ട് 25ഓളം മണ്ഡലങ്ങളിൽ 5000-ൽ താഴെ വോട്ടുകൾ, അതും 1000-നും 2000-ന്റെയും ഒക്കെ വോട്ടുകൾക്ക് വിജയിച്ച അനവധി മണ്ഡലങ്ങളുണ്ട്.
KT ജലീൽ വിജയിക്കുന്നത് 2000 ചില്ലറ വോട്ടുകൾക്കാണ്. അതോടൊപ്പം അന്ന് PV അൻവർ നിലമ്പൂരിൽ നിന്നും വിജയിച്ചതും 2000 ചില്ലറ വോട്ടുകൾക്കാണ്. താനൂരിൽ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള V അബ്ദുറഹ്മാൻ 1000 താഴെ വോട്ടുകൾക്കാണ് വിജയിച്ചത്. പീരുമേട് സീറ്റിൽ വിജയിച്ചത്, നമ്മുടെ ചവറ സീറ്റിൽ വിജയിച്ചത് ഷിബു ബേബി ജോണിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചത് CPM-ന്റെ സ്ഥാനാർത്ഥി വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ്. അത്തരത്തിൽ അനവധി സീറ്റുകളിൽ ഏതാണ്ട് 25-30 സീറ്റുകളിൽ CPM വിജയിച്ചത് വളരെ നാമമാത്രമായിട്ടുള്ള മാർജിനിലാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പൂർണ്ണമായിട്ടും എതിരായിട്ട് നിൽക്കുന്ന ഈ ജനവികാരത്തെ എങ്ങനെ അനുകൂലമാക്കി മാറ്റിയെടുക്കാമെന്നിട്ടുള്ള PR വർക്കിലാണ് ഇപ്പോൾ CPM ഉള്ളത്. അതിന്റെ ഭാഗമായിട്ട് UDF-ലെ നേതാക്കന്മാർക്കെതിരെ എല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കി അവരെ സമൂഹത്തിൽ കളങ്കപ്പെടുത്തുക. ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ പൊതുപ്രവർത്തകനെ ഈ സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആ മനുഷ്യനെ നാറ്റിക്കുവാൻ ശ്രമിച്ചോ അതേ അടവുകളാണ് CPM വീണ്ടും UDF-ലെ ജനപ്രിയരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ അവലംബിക്കുന്നത്. എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ CPM ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് കേരളത്തിൽ CPM ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല. എന്നാൽ ഈ കോഴിക്കോട് ജില്ലയുടെ ബഹുഭൂരിപക്ഷവും വരുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമാണ് ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാറിൽ കഴിഞ്ഞ കാലത്തൊക്കെയും UDF-ന് ഒരു പിന്നോട്ടടി ഉണ്ടായെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ പോകുന്നത് മലബാർ മേഖലയിൽ നിന്നായിരിക്കും. അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഇപ്പോൾ CPM-ന്റെ സൈബർ പോരാളികളും CPM-ന്റെ നേതാക്കന്മാരും ജില്ലാ സെക്രട്ടറിമാരുമെല്ലാം പുറത്തിറങ്ങിക്കൊണ്ട് നടത്തുന്ന ഇത്തരം അഭ്യാസങ്ങൾ. സന്ദേശം സിനിമയിൽ ശങ്കരാടിച്ചേട്ടന്റെ ഒരു ഡയലോഗുണ്ട്. അപ്പുറത്ത് അവരുടെ കൂട്ടത്തിൽ ചില നല്ല ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ ഏത് വിധേനയും നമ്മൾ തകർക്കണം. അവരെ വല്ല പെണ്ണുകേസിലോ കള്ളക്കേസുകളിലോ കുടുക്കിക്കൊണ്ട് അവരെ സമൂഹത്തിൽ പരമാവധി നാറ്റിക്കണം. അത്തരത്തിൽ നാറ്റിച്ചുകൊണ്ട് അവരുടെ പ്രതിച്ഛായകളെ പൂർണ്ണമായിട്ടും തേജോവധം ചെയ്തുകൊണ്ട് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ നടത്തണമെന്നാണ് ശങ്കരാടി പറയുന്നത്. ഇത്തരത്തിൽ UDF-ലെ ഏറ്റവും ജനപ്രിയരായ നേതാക്കന്മാരെ പരമാവധി സമൂഹത്തിൽ താറടിച്ചു കാണിച്ചുകൊണ്ട് അവരുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നാണ് ഇന്ന് LDF പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നാദാപുരം, കുറ്റ്യാടി, തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര തുടങ്ങിയിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും UDF-ന്റെ ശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നാദാപുരത്തും കുറ്റ്യാടിയിലും പേരാമ്പ്രയിലും വടകരയിലുമൊക്കെ UDF 100% വിജയിക്കുവാനുള്ള സാധ്യത CPM മുന്നിൽ കാണുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ തകർക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് CPM ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഷാഫി പറമ്പിലിനെ പരമാവധി വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് CPM ഇത്തരത്തിലുള്ള നാറ്റ കേസുകളുമായിട്ട് മുന്നോട്ട് വരുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള നാറ്റ കേസുകൾ രാഷ്ട്രീയത്തിൽ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അപജയമാണ്. അതായത് 10 വർഷക്കാലം അധികാരത്തിൽ നിന്ന ഒരു രാഷ്ട്രീയ മുന്നണി നിങ്ങളുടെ ഭരണ നേട്ടങ്ങൾ പറയുക, ജനങ്ങൾക്ക് നിങ്ങൾ എന്തു ചെയ്തു, യുവജനങ്ങൾക്ക് നിങ്ങൾ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ മാർക്കറ്റിൽ 450-400 രൂപയ്ക്കും വെളിച്ചെണ്ണ ഉള്ളപ്പോൾ 400 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കേണ്ട ഗവൺമെന്റ് അവിടെ 200 രൂപയ്ക്കോ അല്ലെങ്കിൽ 150 രൂപയ്ക്കോ ആണ് ജനങ്ങൾക്ക് വെളിച്ചെണ്ണ കൊടുക്കേണ്ടത്. അതിന് പകരം 450 രൂപയ്ക്ക് വെളിച്ചെണ്ണ കൊടുക്കാമെന്ന് പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി ഭരിക്കുന്ന നാട്ടിൽ, പോലീസ് സ്റ്റേഷനുകളിൽ പോകുന്ന പാവപ്പെട്ടവരെയെല്ലാം തൂത്തുപെറുക്കിയിട്ട് ഇടിക്കുന്ന ആഭ്യന്തര വകുപ്പും പോലീസുമുള്ള നാട്ടിൽ സാധാരണക്കാർക്ക് എവിടെയാണ് നീതി കിട്ടുന്നത്? ഇത്തരത്തിൽ സാധാരണ ജനങ്ങളെ ഊറ്റിപ്പിഴിയുന്ന ഒരു ഗവൺമെന്റ്, പാവപ്പെട്ട ജനങ്ങളുടെ വീടിന്റെ നികുതി, കെട്ടിട നികുതി 10-100 ഇരട്ടിയായി വർദ്ധിപ്പിച്ചു ഈ ഗവൺമെന്റ്. വൈദ്യുതി ചാർജിന്റെ വർധനവ്, ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ജീവിതം ഏറ്റവും ദുസ്സഹമാക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അപ്പൊ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം ആഞ്ഞടിക്കുകയാണിപ്പോൾ. ആ അലയടിക്കുന്ന വികാരത്തിന്റെ ഭാഗമായിട്ടാണ്
പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും ഏറ്റവും അവസാനം നിലമ്പൂരിലും വലിയ ഭൂരിപക്ഷത്തിൽ UDF വിജയിച്ചത്. ആ വിജയം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കുവാൻ പോകുന്നതിന്റെ ഭയം CPM-നെയും ഇടതുപക്ഷത്തെയും പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മോചന ശ്രമമാണ് ഇത്തരത്തിലുള്ള CPM LDF നേതാക്കൾ നടത്തി